Love ട്യൂഷന്റെ ബയോളജി ട്യൂട്ടോറിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ചാപ്റ്റർ 2 പാർട്സ് ഓഫ് എവല്യൂഷനിലെ ഫോക്കസ്ഡ് ക്വസ്റ്റ്യൻസുകളാണ്. ക്വസ്റ്റ്യൻ: വാട്ട് ആർ സൂപ്പർ ബഗ്സ്? സൂപ്പർ ബഗ്സ് പറഞ്ഞാൽ എന്താണ്? സൂപ്പർ ബഗ്സ് പറയുന്നത് ഒരു ബാക്ടീരിയ ആണ്. മ്യൂട്ടേഷൻ മൂലം ഈ ബാക്ടീരിയാസിന് ആന്റിബയോട്ടിക്കിൽ നിന്നും റെസിസ്റ്റ് ചെയ്യാനുള്ള ഒരു പവർ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ സൂപ്പർ ബഗ്സ് വന്നിട്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഇവരുടെ ഈ ഒരു റെസിസ്റ്റൻസ് പവർ നെക്സ്റ്റ് ജനറേഷനിലും അത് പാസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ സൂപ്പർ ബഗ്സ് മൂലം ഉണ്ടാകുന്ന ഡിസീസസ് വന്നിട്ട് ട്രീറ്റ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിന് ആൻസർ ഒന്നുകൂടി എങ്ങനെ വിശദീകരിച്ച് എഴുതാൻ നോക്കാം. ആൻസർ: superbugs are bacteria that have become resistant to many antibiotics due to mutation. These resistant bacteria multiply and pass on their resistance to the next generations. Over time, they develop the ability to resist several antibiotics, making it hard to treat the diseases they cause. Question: compare LUCA and MRCA. LUCA നും MRCA നും കമ്പയർ ചെയ്യുക. അപ്പോൾ LUCA പറയുന്നത് ലാസ്റ്റ് യൂണിവേഴ്സൽ കോമൺ ആൻസിസ്റ്റർ ആണ്. അപ്പോൾ ഇതിന്റെ ആൻസർ എങ്ങനെ എഴുതാൻ നോക്കാം. ആൻസർ: it is the very first living organism from which all life on earth has evolved. അപ്പോൾ എർത്തിലുള്ള ഏറ്റവും ഫസ്റ്റ് ലിവിങ് ഓർഗാനിസം ആണ് LUCA പറയുന്നത്. LUCA lived billions of years ago and gave rise to all types of organisms including bacteria, plants, animals and humans. അപ്പോൾ LUCA പറയുന്നത് ബില്യൺസ് ഓഫ് ഇയേഴ്സ് എഗോ ലീവ് ചെയ്തതാണ്. അപ്പോൾ ഇതിൽ നിന്നാണ് പല ടൈപ്സ് ഓഫ് ഓർഗാനിസവും റൈസ് ചെയ്തിരിക്കുന്നത്. അതായത് ബാക്ടീരിയ, പ്ലാന്റ്സ്, അനിമൽസ്, ഹ്യൂമൻസ് ഒക്കെ ഈ LUCA നിന്നാണ് വന്നിരിക്കുന്നത്. LUCA is the oldest common ancestor of all living things. എല്ലാ ലിവിങ് തിങ്സിന്റെയും ഓൾഡസ്റ്റ് കോമൺ ആൻസിസ്റ്റർ ആണ് LUCA. ഇനി MRCA എന്താന്ന് നോക്കാം. MRCA പറയുന്നത് മോസ്റ്റ് റീസെന്റ് കോമൺ ആൻസിസ്റ്റർ ആണ്. It refers to the most recent ancestor shared by a specific group of organism. Specific group of organism share ചെയ്ത most recent ancestor ആണ് MRCA എന്ന് പറയുന്നത്. For example, the MRCA of humans and chimpanzees lived about 6 to 7 million years ago. Example ആയി പറയുകയാണെങ്കിൽ ഹ്യൂമൻസിന്റെയും ചിമ്പാൻസിന്റെയും MRCA വന്നിട്ട് 6 to 7 million years ago ജീവിച്ചവരാണ്. MRCA is the most recent shared ancestor of a particular group of organisms. ഒരു particular group of organismത്തിന്റെ most recent shared ancestor ആണ് MRCA എന്ന് പറയുന്നത്. Question: which is the category of organism that is nearest to fungi? Why? അപ്പോൾ ഏത് ഓർഗാനിസം ആണ് ഫംഗയുമായിട്ട് നിയറസ്റ്റ് ആയിട്ടുള്ളത്? അത് എന്തുകൊണ്ടാണ്? അപ്പോൾ ഫംഗയുമായിട്ട് നിയറസ്റ്റ് ആയിട്ടുള്ള ഒരു ഓർഗാനിസം പറയുന്നത് അനിമൽസ് ആണ്. കാരണം രണ്ടുപേർക്കും സ്വന്തമായിട്ട് ഫുഡ് പ്രിപ്പയർ ചെയ്യാനുള്ള എബിലിറ്റി ഇല്ല. ഇവർ മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് സർവൈവ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇവരുടെ സെല്ല് സ്ട്രക്ചർ പറയുന്നത് സിമിലർ ആണ്. അതുപോലെ തന്നെ ഇവരുടെ കോമൺ ആൻസിസ്റ്റേഴ്സ് ആണ് വരുന്നത്. അപ്പോൾ ഇതിന്റെ ആൻസർ എങ്ങനെ എഴുതാൻ നോക്കാം. The category of organisms that is nearest to fungi is animals because both fungi and animals are heterotrophs. They cannot make their own food and must get it from other sources. Their cells have similar structures. DNA and molecular studies show that fungi and animals share a common ancestor. ഈ വീഡിയോ ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. Question: what circumstances led to the formation of species? സ്പീഷീസിന്റെ ഫോർമേഷന് ലീഡ് ചെയ്ത സർക്കംസ്റ്റാൻസസ് എന്തൊക്കെയാണ്? ഒരു ഗ്രൂപ്പ് ഓഫ് ഓർഗാനിസത്തിൽ വരുന്ന ഡിഫറെന്റ് വേരിയേഷൻ ആണ് പുതിയ സ്പീഷീസ് ഫോം ചെയ്യാനുള്ള കാരണം. അതായത് ഒരു ഗ്രൂപ്പ് വന്നിട്ട് സെപ്പറേറ്റ് ആയി കഴിഞ്ഞാൽ, ഒരു ഗ്രൂപ്പ് ഓഫ് ഓർഗാനിസം സെപ്പറേറ്റ് ആയി കഴിഞ്ഞാൽ പിന്നീട് അവർ ഒരിക്കലും കണ്ടുമുട്ടിയില്ലെങ്കിൽ ഈ രണ്ട് ഗ്രൂപ്പിലും വരുന്നത് രണ്ട് ഡിഫറെന്റ് വേരിയേഷൻസ് ആയിരിക്കും. അതായത് മ്യൂട്ടേഷനും അതുപോലെ തന്നെ ജീൻ മിക്സിങ്ങും നാച്ചുറൽ സെലക്ഷനൊക്കെ കാരണം ഈ രണ്ട് ഗ്രൂപ്പും രണ്ട് രീതിയിലായിരിക്കും അവരുടെ ക്യാരക്ടറിസ്റ്റിക്സ് കാണിക്കുന്നത്. അങ്ങനെയാണ് അവിടെ പുതിയ സ്പീഷീസ് ഉണ്ടാവുന്നത്. അപ്പോൾ ഇതിന്റെ ഉത്തരം എങ്ങനെ വിശദീകരിച്ച് എഴുതാൻ നോക്കാം. ആൻസർ: ന്യൂ സ്പീഷീസ് ഫോം വെൻ മെനി ഡിഫറൻസസ്, ദാറ്റ് ഈസ് വേരിയേഷൻസ്, build up in a group of organisms over time. If a group gets separated and can't mate with others, they change in different ways. Because of mutations, gene mixing and natural selection,
they become so different that they can't reproduce with the original group. Question: which organism has the most evolutionary relationship with humans? Why? ഏത് ഓർഗാനിസത്തിനാണ് ഹ്യൂമനുമായിട്ട് കൂടുതൽ എവല്യൂഷണറി റിലേഷൻഷിപ്പ് ഉള്ളത്? ഇപ്പൊ ഹ്യൂമൻസുമായിട്ട് കൂടുതൽ എവല്യൂഷണറി റിലേഷൻഷിപ്പ് കാണിക്കുന്ന ഓർഗാനിസം വന്നിട്ട് ചിമ്പാൻസി ആണ്. കാരണം 98 മുതൽ 99% DNA അവര് കോമൺ ആയിട്ട് ഷെയർ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അവന്റെ ആൻസിസ്റ്റർ പറയുന്നത് കോമൺ ആണ്. പിന്നെ ഇവർക്ക് സിമിലർ ബോഡി സ്ട്രക്ചറും അതുപോലെ തന്നെ ബ്രെയിൻ ഫങ്ഷൻസും ബിഹേവിയറും ആണ് ഉള്ളത്. അതുകൊണ്ടാണ് ചിമ്പാൻസീസ് ഹ്യൂമൻസുമായിട്ട് മോസ്റ്റ് ഇവല്യൂഷണറി റിലേഷൻഷിപ്പ് കാണിക്കുന്നത് എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ ആൻസർ ഒന്നുകൂടി വിശദീകരിച്ച് എഴുതാൻ നോക്കാം. ആൻസർ: chimpanzees have the most evolutionary relationship with humans. Humans and chimpanzees share about 98 to 99% of their DNA. They also have similar body structure, behavior, and brain functions. Both evolved from a common ancestor that lived about 6 to 7 million years ago. Question: which organism has a distant evolutionary relationship with humans? Why? ഏത് ഓർഗാനിസത്തിനാണ് ഹ്യൂമൻസുമായി ഒരു ഡിസ്റ്റന്റ് എവല്യൂഷണറി റിലേഷൻഷിപ്പ് ഉള്ളത്? എന്തുകൊണ്ട്? ഇപ്പൊ ഹ്യൂമൻസുമായിട്ട് ഒരു ഡിസ്റ്റന്റ് എവല്യൂഷണറി റിലേഷൻഷിപ്പ് ഉള്ള ഓർഗാനിസം പറയുന്നത് ഫംഗൈ ആണ്. ഇവർക്ക് രണ്ടുപേർക്കും ന്യൂക്ലിയോട് കൂടിയിട്ടുള്ള സെല്ല് ഉണ്ടെങ്കിലും അവർ രണ്ടും രണ്ട് ഗ്രൂപ്പാണ്. അതായത് ഹ്യൂമൻസ് പറയുന്നത് അനിമൽസ് ഗ്രൂപ്പിലും ഫംഗൈക്ക് അതിൻ്റെതായ ഒരു ഗ്രൂപ്പും കൂടി ഉണ്ട്. പിന്നെ ഇവരുടെ ഷെയർ ചെയ്യുന്നത് കോമൺ ആൻസിസ്റ്റർ ആണെങ്കിലും ഇവർ ഇൻവോൾവ് ചെയ്തിട്ടുള്ള വേ വന്നിട്ട് ഡിഫറെന്റ് ആണ്. അതുപോലെ തന്നെ ഇവർ രണ്ടുപേരുടെയും ലുക്ക് അതുപോലെ തന്നെ അവരുടെ ലൈഫൊക്കെ വളരെയധികം ഡിഫറെന്റ് ആണ്. അപ്പൊ ഇതിന് ആൻസർ ഒന്നുകൂടി ഇങ്ങനെ വിശദീകരിച്ച് എഴുതാൻ നോക്കാം. ആൻസർ: fungi are distantly related to humans. Both fungi and humans have cells with a nucleus but are in different groups. Humans are animals and fungi are their own group. Both share a common ancestor from a long time ago but have evolved in different ways. Fungi and humans are very different in their look and life. Question: what are the evidences given by fossils? Fossils നൽകിയ എവിഡൻസസ് എന്തൊക്കെയാണ്? ഫോസിൽസ് എന്ന് പറയുന്നത് ഏൻഷ്യൻ ഓർഗാനിസത്തിന്റെ റിമെയിൻസ് അല്ലെങ്കിൽ ട്രേസസിനെയാണ്. അപ്പൊ ഇവ നമുക്ക് കുറെ എവിഡൻസുകൾ തന്നിട്ടുണ്ട്. ഏതൊക്കെയാണെന്ന് വെച്ചാൽ ഓർഗാനിക് എവല്യൂഷൻ പറയുന്നത് ഒരു ഗ്രാജുവൽ പ്രോസസ് ആണെന്ന് നമുക്ക് ഫോസിൽസിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. അതുപോലെ തന്നെ ഓർഗാനിസം തമ്മിലുള്ള എവല്യൂഷണറി റിലേഷൻഷിപ്പ് ഈ ഫോസിൽസിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പിന്നെ വന്നിട്ട് ഏൻഷ്യനില് നമ്മുടെ എർത്തില് പാസ്റ്റില് താമസിച്ചിരുന്ന പല സ്പീഷീസും വംശനാശം സംഭവിച്ചിട്ടുണ്ടെന്ന് നമുക്ക് ഈ ഫോസിൽസിൽ നിന്നും മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ ഉത്തരം ഒന്നും കൂടി ഇങ്ങനെ വിശദീകരിച്ച് എഴുതാൻ നോക്കാം. ആൻസർ: fossils are the remains or traces of ancient organisms. The evidence given are: organic evolution is a gradual process. Fossils, which are connecting links, reveal the evolutionary relationship between organisms. It is proven that many species have become extinct that were living on Earth in the past. ഹൈസ്കൂളിൽ അക്കാഡമിക് എക്സലൻസിന് തയ്യാറാവുന്ന സ്റ്റുഡൻസിന് ഒരു സന്തോഷ വാർത്ത. ടോപ്പ് ട്യൂഷന്റെ എക്സ്പീരിയൻസ് ടീച്ചേഴ്സ് നിങ്ങൾക്ക് എക്സെപ്ഷണൽ അക്കാഡമിക് കോച്ചിങ് നൽകുന്നു. റെഗുലർ ക്ലാസ്സസിന് പുറമെയുള്ള ടോപ്പ് ട്യൂഷന്റെ വീഡിയോ നോട്ട്സും റെഗുലർ ടെസ്റ്റുകളും നിങ്ങളുടെ അക്കാഡമിക് പെർഫോമൻസ് ബൂസ്റ്റ് ചെയ്യുന്നു. നിങ്ങളുടെ സ്മോൾ ബാച്ച് സൈസ് സ്റ്റുഡൻസിന് ഇൻഡിവിജ്വൽ അറ്റൻഷൻ എൻഷുർ ചെയ്യുന്നു. ടോപ്പ് ട്യൂഷന്റെ എക്സാം റിവിഷനിലൂടെയും എക്സാം പ്രിപ്പറേഷനിലൂടെയും ഉയർന്ന മാർക്കുകൾ സ്കോർ ചെയ്യാം. നിങ്ങളുടെ ഫേസ് ടു ഫേസ് ക്ലാസ് ജോയിൻ ചെയ്യുവാൻ ഇന്ന് തന്നെ വിളിക്കുക 800-606-6363. Question: what are the common characteristics of primates? Primatesന്റെ കോമൺ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ്? ഇപ്പൊ പ്രൈമേറ്റ്സിന് വന്നിട്ട് ബിഗ് സൈസ്ഡ് ബ്രെയിൻ ആണുള്ളത്. പിന്നെ അവർക്ക് ഗുഡ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉണ്ട്. അതുപോലെ ക്ലോസിന് പകരം നെയിൽസ് ആണ് അവർക്കുള്ളത്. പിന്നെ അവർക്ക് മറ്റു ഫിംഗേഴ്സിനെ ഒപ്പോസ് ചെയ്യുന്ന ഒരു തം ഫിംഗർ ഉണ്ട്. അപ്പൊ ഇതിന്റെ ഉത്തരം എങ്ങനെ എഴുതാൻ നോക്കാം. ആൻസർ: a thumb that can be opposed to other fingers, binocular vision, nails instead of claws, good communication, big brains. Question: what are the different cells in the nervous system other than nerve cells? Nerve cells കൂടാതെ നെർവസ് സിസ്റ്റത്തിൽ വരുന്ന ഡിഫറെന്റ് സെൽസുകൾ ഏതാണ്?
അപ്പം നെർവ് സെൽസ് കൂടാതെ നെർവസ് സിസ്റ്റത്തിൽ ഡിഫറെൻറ്റ് സെൽസുകളുണ്ട്. അത് വന്നിട്ട് ഒന്ന് എപ്പൻഡൈമൽ സെല്ലാണ്, പിന്നെ ഓലിഗോഡെൻഡ്രോസൈറ്റ് സെല്ല്, പിന്നെ വരുന്നത് മൈക്രോഗ്ലിയൽ സെല്ല്, പിന്നെ ഷ്വാൻ സെല്ല്, പിന്നെ ആസ്ട്രോസൈറ്റ് സെല്ലുകളാണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എങ്ങനെ എഴുതാൻ നോക്കാം. ആൻസർ: the nerve cells in the nervous system are ependymal cell, oligodendrocyte, microglial cell, Schwann cell, astrocyte cell. Question: how the parts of the central system are protected? സെൻട്രൽ നെർവസ് സിസ്റ്റത്തിലുള്ള പാർട്സിനെ എങ്ങനെയാണ് പ്രൊട്ടക്ട് ചെയ്തിരിക്കുന്നത്? സെൻട്രൽ നെർവസ് സിസ്റ്റത്തിലുള്ള സ്പൈനൽ കോഡിനെയും അതുപോലെ തന്നെ ബ്രെയിനെയും പ്രൊട്ടക്ട് ചെയ്തിരിക്കുന്നത് 3 ലെയേർഡ് പ്രൊട്ടക്റ്റീവ് മെംബ്രെയിനായ മെനിഞ്ചസ് വഴിയാണ്. ഈ മെനിഞ്ചസിനുള്ളിലുള്ള ഇന്നർ മെംബ്രെയിനും അതുപോലെ ബ്രെയിനകത്തുള്ള കാവിറ്റീസിലും പിന്നെ വന്നിട്ട് നമ്മുടെ സ്പൈനൽ കോഡിലുള്ള സെൻട്രൽ കനാലൊക്കെ ഒരു ഫ്ലൂയിഡ് കൊണ്ട് ഫില്ല് ചെയ്തിട്ടുണ്ട്. അതാണ് സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ് പറയുന്നത്. അപ്പൊ ഈ ഒരു ഫ്ലൂയിഡും നമ്മുടെ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിലുള്ള പാർട്സിനെ പ്രൊട്ടക്ട് ചെയ്യുന്നു. അപ്പൊ ഇതിന്റെ ആൻസർ ഒന്നും കൂടി ഇങ്ങനെ വിശദീകരിച്ച് എഴുതാൻ നോക്കാം. ആൻസർ: ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡ് ആർ കവേർഡ് ബൈ 3 ലെയേർഡ് meninges. The cerebrospinal fluid is a fluid that is filled in between the inner membranes of the meninges, in the cavities of the brain, and in the central canal of the spinal cord. Ependymal cells plays a role in the formation of this fluid. Question: how do smoking, consumption of alcohol, and drug abuse affect the health of brain? എങ്ങനെയാണ് സ്മോക്കിങ്ങും ആൽക്കഹോളിന്റെ കൺസംഷനും അതുപോലെ ഡ്രഗ് അബ്യൂസും നമ്മുടെ ബ്രെയിൻ ഹെൽത്തിനെ എഫക്ട് ചെയ്യുന്നത്? ഇപ്പൊ നമ്മൾ സ്മോക്ക് ചെയ്താലോ അല്ലെങ്കിൽ ആൽക്കഹോൾ കൺസ്യൂം ചെയ്താലോ അല്ലെങ്കിൽ ഡ്രഗ് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ബ്രെയിനിന് വന്നിട്ട് ഡാമേജ് ആവുകയാണ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ നമ്മുടെ മെമ്മറി പവർ, തിങ്കിങ് ഒക്കെ എഫക്റ്റ് ആവുകയും നമ്മുടെ ആക്ഷൻസും അതുപോലെ തന്നെ ഇമോഷൻസ് ഒക്കെ ഇവയാണ് കൺട്രോൾ ചെയ്യുന്നത്. അപ്പൊ ഇതിന്റെ ആൻസർ എങ്ങനെ എഴുതാൻ നോക്കാം. ആൻസർ: സ്മോക്കിംഗ് ആൽക്കഹോൾ ആൻഡ് ഡ്രഗ്സ് അബ്യൂസ് ക്യാൻ ഡാമേജ് ദ ബ്രെയിൻ, എഫക്റ്റിംഗ് മെമ്മറി, തിങ്കിങ് ആൻഡ് കൺട്രോൾ ഓവർ ഇമോഷൻസ് ആൻഡ് ആക്ഷൻസ്. ഇതുപോലുള്ള വീഡിയോകൾക്കായി ടോപ്പ് ട്യൂഷന്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ക്വസ്റ്റ്യൻ: ആർ സിനാപ്സസ് ഫൗണ്ട് എനിവർ എൽസ് അതർ ദാൻ ദ ജംഗ്ഷൻസ് ന്യൂറോൺസ് മീറ്റ്? ന്യൂറോൺസ് മീറ്റ് ചെയ്യുന്ന ജംഗ്ഷൻസിൽ അല്ലാതെ സിനാപ്സസ് വേറെ എവിടെയെങ്കിലും കാണപ്പെടുന്നുണ്ടോ? ഇപ്പൊ ന്യൂറോൺ മീറ്റ് ചെയ്യുന്ന ജംഗ്ഷൻസിലാണ് കോമൺ ആയിട്ട് സിനാപ്സസ് കാണപ്പെടുന്നത്. പക്ഷെ മറ്റു ഭാഗങ്ങളിൽ നമുക്കത് കാണാൻ കഴിയും. എവിടേക്കാണ് വെച്ചാൽ നമ്മുടെ നെർവിന്റെയും ഗ്ലാൻഡിന്റെയും ഇടയിൽ നമുക്ക് ഈ സിനാപ്സസ് കാണാം. അതുപോലെ തന്നെ നെർവിന്റെയും മസിൽസിന്റെ ഇടയിലും സിനാപ്സസ് നമുക്ക് കാണാൻ കഴിയും. പിന്നെ വന്നിട്ട് നമ്മുടെ ഹാർട്ടിലും അതിന്റെ മറ്റു സെൽസുകളിലൊക്കെ ഈ സിനാപ്സസ് നമുക്ക് കാണാൻ കഴിയുന്നതായിരിക്കും. അപ്പൊ ഇതിന്റെ ആൻസർ ഒന്നും കൂടി ഇങ്ങനെ വിശദീകരിച്ച് എഴുതാൻ നോക്കാം. ആൻസർ: synapses are mostly found where neurons connect, but they also exist in other places like between a nerve and a muscle to make muscle move, between a nerve and a gland to control things like sweat or hormones, in the heart and some other cells where signals pass directly through special connections. Question: are there any organisms with brain size larger than those of humans? ഹ്യൂമൻസിനെക്കാളും വലിയ ബ്രെയിനുള്ള ഓർഗാനിസംസ് ഉണ്ടോ? ഇപ്പൊ ഹ്യൂമൻസിനെക്കാളും കൂടുതൽ ബ്രെയിൻ സൈസ് ലാർജർ ആയിട്ടുള്ള ഓർഗാനിസം ഉണ്ട്. അവയിൽ ചിലതാണ് സ്പേം വെയിൽ, എലിഫന്റ്, ഡോൾഫിൻസ്. അപ്പൊ ഇതിന് ആൻസർ എങ്ങനെ എഴുതാൻ നോക്കാം. ആൻസർ: യെസ്, സം അനിമൽസ് ഹാവ് ബ്രെയിൻസ് ലാർജർ ദാൻ ഹ്യൂമൻസ് ഇൻ സൈസ്. ദേ ആർ sperm whale, elephants, dolphins. Question: what are the precautions and habits to be followed for the protection of the nervous system? നെർവസ് സിസ്റ്റം പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഫോളോ ചെയ്യേണ്ട പ്രിക്വേഷൻസും ഹാബിറ്റ്സുകളും എന്തൊക്കെയാണെന്ന്. ഇപ്പൊ നെർവസ് സിസ്റ്റം പ്രൊട്ടക്ട് ചെയ്യാൻ നമുക്ക് എടുക്കേണ്ട പ്രിക്വേഷൻസിൽ ചിലത് വന്നിട്ട് നമ്മൾ 2 വീലറൊക്കെ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഹെൽമെറ്റ് യൂസ് ചെയ്യാം. അതുപോലെ കാറൊക്കെ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് സീറ്റ് ബെൽറ്റ് ധരിക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ നമ്മൾക്ക് സ്മോക്കിംഗ് അവോയ്ഡ് ചെയ്യുക. അതുപോലെ ഡ്രഗ്സിന്റെ യൂസ്, പിന്നെ ആൽക്കഹോൾ ഡ്രിങ്കിങ് ഒക്കെ അവോയ്ഡ് ചെയ്യാവുന്നതാണ്. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് റെഗുലർ എക്സസൈസ് ചെയ്യാം. അതുപോലെ തന്നെ ഒരു 8 to 10 hours ഡെയിലി ഉറങ്ങാം. ഇത് ഉറങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ ബ്രെയിൻ ഹെൽത്ത് വളരെയധികം ഇംപ്രൂവ് ആവും. അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ എടുക്കേണ്ട പ്രിക്വേഷൻസ്. അപ്പൊ ഇതിന്റെ ഉത്തരം ഒന്നുകൂടി നമുക്ക് ഇങ്ങനെ വിശദീകരിച്ച് എഴുതാൻ നോക്കാം.
Answer. Wear a helmet and seat belt when riding a bike or driving. Be careful while playing to avoid injuries. Don't bath in still water, it can cause infections. People in risky jobs should wear safety gear like helmets and belts. Avoid smoking, drinking alcohol, and using drugs. Exercise regularly. Get 8 to 10 hours of sleep daily to keep your brain healthy and working well. Question. Compare the nervous system of different organisms. Different organismത്തിന്റെ nervous system കുറിച്ചിട്ട് കമ്പയർ ചെയ്യുക. ഇപ്പൊ നമ്മൾ കമ്പയർ ചെയ്യാൻ പോകുന്നത് ഹൈഡ്രയും അതുപോലെ പ്ലനേരിയും ഇൻസെക്ട്സും ആണ്. അതിൽ ആദ്യം നമ്മൾ ഹൈഡ്ര എടുക്കാം. ഹൈഡ്ര എടുത്താൽ ഒരു ന്യൂറൽ നെറ്റ്വർക്കാണ് അതിനകത്ത് കാണാൻ കഴിയുന്നത്. ഒരു സെൻട്രൽ അഥവാ ഒരു കൺട്രോൾ സെന്റർ ഇതിനകത്ത് കാണാൻ കഴിയില്ല. പിന്നെ വരുന്നത് പ്ലനേരിയാണ്. പ്ലനേരിയുടെ ഹെഡിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു പെയർ ഓഫ് നെർവ്സ് കാണാൻ കഴിയും. അതിനെ നമ്മൾ ഗാംഗ്ലിയ പറയാം. അപ്പൊ ഇതാണ് ഇൻസ്ട്രക്ഷൻസ് ഒക്കെ കോർഡിനേറ്റ് ചെയ്യുന്നത്. പിന്നെ വരുന്നത് ഇൻസെക്ട്സ് ആണ്. ഇൻസെക്ട്സിന്റെ ഹെഡിൽ നമുക്ക് ന്യൂറോൺസ് ആണ് കാണാൻ കഴിയുന്നത്. ഇതുകൊണ്ട് സംവാട്ട് ഒരു ഡെവലപ്ഡ് ബ്രെയിൻ ആയിട്ടാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. അപ്പൊ ഇതിന്റെ ആൻസർ ഒന്നും കൂടി ഇങ്ങനെ വിശദീകരിച്ച് എഴുതാൻ നോക്കാം. ആൻസർ. ഹൈഡ്ര. A neural network with no control center is seen. Planaria. A pair of nerve ganglia in the head region coordinates instruction. Insects. The neurons in the head region unite to evolve into a clear and somewhat developed brain. The ganglia of paired nerve fibers emerging from this are seen in each segment. Question. What makes humans different from other organisms? എന്താണ് ഹ്യൂമൻസിനെ മറ്റ് ഓർഗാനിസത്തിൽ നിന്നും ഡിഫറെന്റ് ആക്കി മാറ്റുന്നത്? ഹ്യൂമൻസിന്റെ ബ്രെയിനകത്ത് നിയോ കോർട്ടെക്സ് പറയുന്ന ഒരു ഔട്ടർ ലെയർ ഉണ്ട്. ഈ ലെയർ വന്നിട്ട് ഹ്യൂമൻസിന് അഡ്വാൻസ്ഡ് മെന്റൽ എബിലിറ്റി ഡെവലപ്പ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത്. അഡ്വാൻസ്ഡ് മെന്റൽ എബിലിറ്റീസ് പറഞ്ഞാൽ ഇന്റലിജൻസ്, ലാംഗ്വേജ്, ക്രിയേറ്റിവിറ്റി ഒക്കെ വരും. അപ്പൊ ഇതാണ് ഹ്യൂമൻസിനെ മറ്റു ഓർഗാനിസത്തിൽ നിന്നും ഡിഫറെന്റ് ആക്കി മാറ്റുന്നത്. അപ്പൊ ഇതിന്റെ ആൻസർ എങ്ങനെ എഴുതാൻ നോക്കാം. Answer. The neocortex evolved over time and enabled humans to develop advanced mental abilities. This include language, intelligence, and creativity, which set humans apart from other organisms. പാലക്കാട് നിവാസികളെ, ഞങ്ങളുടെ ക്ലാസ് റൂം ട്യൂഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.